Hello everyone, once again welcome to Wings Online. നമ്മളിന്ന് ക്ലാസ് 12ലെ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആർട്ടിക്കിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആരെ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹാർഡിൻ ബി ജോൺസൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഹാർഡിൻ ബ്ലെയർ ജോൺസൺ ആണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. നമ്മൾ ഹാർഡിൻ ബി ജോൺസൺ എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാം അല്ലെ. എന്തിനെ പറ്റിയാണ് ഈ ചാപ്റ്റർ എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. എന്തിനെ പറ്റിയാണ്? ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഡ്രഗ്സിനെ പറ്റി സംസാരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഹാർഡിൻ ബി ജോൺസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ട് നമുക്കുള്ള ഒരു മിനിമൽ നോളജ് വെച്ചിട്ട്, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചുള്ള നോളജ് വെച്ചിട്ട് എത്രത്തോളം ഡ്രഗ്സ് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര പേരാണ് ഈ പറയുന്ന ഡ്രഗ്സിൽ അടിമപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ആ ഒരു ബേസിക് നോളജ് വെച്ച് തന്നെ അറിയാം അല്ലെ. അപ്പൊ ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂറോട്ടിക് ആയിട്ട് മനുഷ്യരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ഇതിൽ സംസാരിക്കുന്നത്. അതിന്റെ അർത്ഥം ബാക്കി അവയവങ്ങളെ അല്ലെങ്കിൽ ബാക്കി രോഗങ്ങൾ നമുക്കിത് വരുത്തില്ല എന്നല്ല, പക്ഷെ ഈ ഒരു ആർട്ടിക്കിൾ ഏത് രീതിയിലാണ് ന്യൂറോട്ടിക്കലി നമ്മളെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ചിന്താശേഷിയെ, നമ്മളെ നോർമൽ തിങ്കിങ് ഹാബിറ്റ്സിനെ, നമുക്കൊരു പ്രോബ്ലം വന്നു അതിന് നമ്മൾ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തുന്നു എന്നൊക്കെ നമ്മളെ ബ്രെയിൻ ചിന്തിച്ചെടുക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതെങ്ങനെ ഇല്ലാതാവുന്നു ഈ പറഞ്ഞ ഡ്രഗ് യൂസ് ചെയ്തതിലൂടെ എന്നുള്ള സംഭവങ്ങളാണ് ബേസിക്കലി ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോ വലിയൊരു ചാപ്റ്റർ ആണ്. നമ്മൾ ഇതൊരു ആർട്ടിക്കിൾ ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തേക്കണേ. അപ്പോൾ അതിന്റെ ഒരു സമ്മറി പോലെ നമ്മൾ ഇവിടെയും കൊടുത്തേക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ എക്സാമിന് അതിന് എന്ത് വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ആ ഒരു സമ്മറി മനസ്സിലാക്കുക. ബേസിക്കലി നമ്മൾ ഇതിന് ഇത്ര കാലമായിട്ട് വരാറുള്ളത് ആർട്ടിക്കിൾസ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റപ്പ് കൈൻഡ് ഓഫ് തിങ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പൊതുവേ വരാറ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ചുരുക്കിയാണ് കൊടുത്തേക്കുന്നത്, പക്ഷെ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഡ്രഗ്സ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ പറയുന്ന ഡ്രഗ്സിന്റെ തുടക്കം? ആദ്യ കാലങ്ങളിൽ എന്തായിരുന്നു? വെറുതെ മരുന്നുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സാധാ നോർമൽ മെഡിസിൻസ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ പിൽസ് എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ഈ ഒരു സംഭവം ഫസ്റ്റ് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഈ പറയുന്ന പോലെ നമ്മൾ ഇന്ന് ഡ്രഗ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മറ്റു പല മയക്കുമരുന്നുകൾ ഓർക്കുന്ന പോലെ ആദ്യകാലം ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നോർമൽ മെഡിസിൻസ് ആയിരുന്നു. നമ്മൾ ചില മെഡിക്കൽ ഷോപ്സിന്റെ പേരുള്ള ഡ്രഗ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം ഡ്രഗ്സ് നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഡ്രഗ്സ് വിൽക്കുന്നു എന്നല്ല, നോർമൽ മെഡിസിൻസ് വിൽക്കുന്നു എന്നാണ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ വെറും പിൽസ് ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഡ്രഗ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് വെറും സാധാ പിൽസോ പാരസിറ്റമോളോ സെക്ലോപാം പോലുള്ള നോർമൽ പിൽസുകളോ ഒന്നുമല്ല. അപ്പോൾ ആദ്യകാലങ്ങളിൽ ചെറിയ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ ഈ മരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് താങ്ങാനാവാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി ഒരു മരുന്ന് മേടിക്കുന്നു. ആ മരുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു. നമ്മുടെ രോഗം മാറും. നമുക്ക് ഒരു അസുഖമുള്ള സമയത്ത് ഒരു മരുന്ന് കഴിച്ചപ്പോൾ നമ്മൾ ഓക്കെ ആയി, നമ്മൾ ആ വയ്യാണ്ടിരുന്ന അവസ്ഥേനേക്കാളും കുറച്ചും കൂടി ആക്റ്റീവായി നമുക്ക് സ്വയം ഫീൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ചിന്ത വന്നു തുടങ്ങി, എനിക്ക് എന്തൊരു കുഴപ്പമുള്ളപ്പോൾ അല്ലെങ്കിൽ എന്റെ ശരീരത്തിന് വയ്യാതിരുന്നപ്പോൾ ഞാൻ ഈ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് കുറച്ച് എനർജി കിട്ടി. അപ്പോൾ ഞാൻ നോർമലി ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ മരുന്ന് കഴിച്ച് എനിക്ക് അതിലും കൂടുതൽ ആക്റ്റീവ്നെസ് കിട്ടില്ല, അല്ലെങ്കിൽ അതിലും കൂടുതൽ എനിക്ക് പവർഫുൾ ആവാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് പലരും ഡ്രഗ്സ് യൂസ് ചെയ്ത് തുടങ്ങിയത്, അല്ലെങ്കിൽ ഡ്രഗ്സ് കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇത് വായിച്ചു നോക്കാം. ഡ്രഗ് അബ്യൂസ് ഹാസ് ബിക്കം എ സീരിയസ് ത്രെറ്റ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഈ പറഞ്ഞ ഡ്രഗ് അബ്യൂസ് എന്നുള്ള ആ ഒരു സിംറ്റം അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇപ്പൊ എന്താണ്? ഒരു വലിയ സീരിയസ് ത്രെറ്റ് ആയി മാറിയിരിക്കുകയാണ്. ത്രെറ്റ് എന്ന് പറയുമ്പോൾ വലിയൊരു ഭീഷണി. ആർക്ക്? ഇൻഡിവിജ്വൽസ്, ഓരോ വ്യക്തികൾക്കും, അതേപോലെ തന്നെ സൊസൈറ്റിക്കും, ഈ സമൂഹത്തിനും നമ്മളെ ചുറ്റുള്ള ഓരോ വ്യക്തികൾക്കും ഇന്നത്തെ കാലത്ത് ഡ്രഗ് അബ്യൂസ് വലിയൊരു ത്രെറ്റ് ആയി മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു ഭീഷണിയായി തന്നെ മാറിയിരിക്കുകയാണ്. നോക്കാം. മോഡേൺ മെഡിസിൻസ് ക്യാൻ ക്യൂർ ഡിസീസസ് ആൻഡ് കറക്റ്റ് മെന്റൽ ഡിസോർഡേഴ്സ്. അപ്പോൾ മോഡേൺ മെഡിസിൻസ് നമുക്കറിയാം ആദ്യകാലങ്ങളൊന്നും എന്തുണ്ടായിട്ടുണ്ടാവില്ല, അലോപ്പതി കൈൻഡ് ഓഫ് തിങ്സ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, പിൽസ് ഒന്നും ഉണ്ടാവില്ല, പച്ചമരുന്നുകളൊക്കെ ആയിരിക്കും ആൾക്കാർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് എന്തുണ്ട്? മോഡേൺ മെഡിസിൻസ് ഉണ്ട്. പല രീതിയിലുള്ള ഒരു ചെറിയ തലവേദന വന്നാൽ അത് ഒറ്റയടിക്ക് മാറാനുള്ള മെഡിസിൻസ് ഇന്ന് ഈ പറയുന്ന സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. പറയാണ് മോഡേൺ മെഡിസിൻസ്, പുതിയ മെഡിസിൻസിനെ എന്തൊക്കെ ക്യൂർ ചെയ്യാം, എന്തൊക്കെ അസുഖങ്ങളെ മാറ്റാം. ഈ പറയുന്ന മെന്റൽ ഡിസോർഡേഴ്സ്, നമുക്ക് ഈ മാനസികമായി ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നെന്ന് വിചാരിക്കുന്നു. പല സ്ഥലത്തും എന്താണ്? ചെറിയ ഡിപ്രഷൻ അല്ല, ഡിപ്രഷൻ എന്നും വലുത് തന്നെയാണ്. പക്ഷെ ചെറിയ കൈൻഡ് ഓഫ് മെന്റൽ ഇൽനെസ് അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോഴും അതിൽ നമുക്ക് എന്താണ്? മെഡിസിൻസ് അവൈലബിൾ ആണ്. ഒരിക്കലും ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അത് വലിയ സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റിന്റെയോ സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് വേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷെ പലരും എന്താണ്? ചെറിയൊരു സ്ട്രെസ് വരുമ്പോൾ ഈ പറയുന്ന സൈക്കോളജിസ്റ്റിന്റെയോ സൈക്കാട്രിസ്റ്റിന്റെയോ അടുത്ത് പോകാതെ ഇവരെന്താ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള മയക്കുമരുന്നിലേക്കാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ടാബ്ലറ്റ്സ് എടുക്കാൻ
എടുക്കാനായിട്ട് ഈ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഡോക്ടേഴ്സിന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ. നമുക്കറിയാം സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല മെഡിസിൻസ്. പക്ഷെ ഒരു സൈക്കാട്രിസ്റ്റിനാണ് ഈ പറഞ്ഞ സംഭവം പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ കാലത്തൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെങ്കിലും ആൾക്കാർ എന്താ ചെയ്യണേ, ഈസിലി ആർക്ക് തരുന്ന എന്തൊക്കെയോ സിറിഞ്ച് വെച്ചുള്ള മരുന്നുകളോ അല്ലെങ്കിൽ മറ്റ് കൈൻഡ് ഓഫ് ഡ്രഗ്സുകളാണ് ആൾക്കാർ യൂസ് ചെയ്തത്. അപ്പൊ ഇവർ പറയാണ് മോഡേൺ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻസ് യൂസ് ചെയ്ത് നമുക്ക് അസുഖങ്ങളെ ക്യൂർ ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ കറക്റ്റ് മെന്റൽ ഡിസോർഡേഴ്സ്, ചെറിയ എന്തെങ്കിലും വലിയ ചെറുതായിട്ടുള്ള എന്തെങ്കിലും മെന്റൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ദിസ് പ്രോഗ്രസ് ഹാസ് ലെഡ് മെനി ടു ബിലീവ് ദാറ്റ് എവറി പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് വിത്ത് എ പിൽ. പക്ഷേ ഈ ഒരു സംഭവം എന്തൊരു തലവേദന അല്ലെങ്കിൽ എന്തോ കൈൻഡ് ഓഫ് അസുഖങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് മരുന്ന് കഴിച്ചപ്പോൾ മാറി എന്നുള്ള സംഭവം പല ആൾക്കാരും ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി. അതായത് എന്ത് വന്നാലും മരുന്ന് കഴിച്ചാലേ മാറുമല്ലോ, അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും മരുന്ന് കഴിക്കാം, ആ പ്രശ്നം അങ്ങനെ മാറുള്ളൂ എന്നൊരു ചിന്ത പല മനുഷ്യന്മാരിലേക്കും പെട്ടെന്ന് എത്തി തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അതായിരുന്നു എല്ലാ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിന്റെ മെയിൻ തുടക്കം. നമുക്കറിയാം എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഈ പറയുന്ന മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഗുളികകളോ മെഡിസിൻസോ പിൽസോ എന്തോ ആയിക്കോട്ടെ അത് കഴിക്കാൻ പാടുള്ളൂ. പക്ഷേ ആ പറയുന്ന മരുന്ന് കഴിച്ചപ്പോൾ എനിക്കിത് മാറിയുണ്ട്, എനിക്ക് ചെറിയൊരു ടെൻഷൻ വന്നപ്പോൾ ഞാൻ ഈ മരുന്ന് കഴിച്ചു അല്ലേ, അപ്പൊ അതിലും വലിയ ടെൻഷൻ വരുമ്പോൾ പിന്നെയും മരുന്ന് കഴിക്കും. അപ്പൊ എന്താണ്, ഇങ്ങനെ മരുന്ന് കഴിച്ച് ഈ പറയുന്ന അസുഖങ്ങൾ മാറുന്നുള്ളെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്കൊരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യകാലം സ്വയം മാറ്റിയത് അല്ലെങ്കിൽ ചിന്തിച്ചതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരുന്നു. പക്ഷെ മരുന്ന് കഴിച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുന്നെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ സ്വയമേ അത് ചികിത്സിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ സ്വയമേ നമ്മളുടെ വിഷമങ്ങളോ നമ്മളെ ചെറിയ ടെൻഷനുകൾക്കോ സൊല്യൂഷൻ കണ്ടെത്താനുള്ള കഴിവ്, നമ്മുടെ ബ്രെയിനിന്റെ കഴിവാണ് നിങ്ങൾ ഈ പറയുന്ന മരുന്നുകൾ യൂസ് ചെയ്തതോടുകൂടി ഇല്ലാതായി പോകുന്നത് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നമായിട്ട് നമ്മുടെ ഹാർഡൻ ബി ജോൺസ് പറയുന്നത്. അടുത്തായിട്ട് പീപ്പിൾ ഇൻക്രീസിംഗ്ലി റിലൈ ഓൺ മൂഡ് ഓൾട്ടറിംഗ് ഡ്രഗ്സ്. അപ്പോൾ മെയിൻ ആയിട്ട് ആൾക്കാർ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മൂഡ് ഓൾട്ടറിംഗ് ഡ്രഗ്സ് ആണ് ഇവർ ബേസിക്കലി യൂസ് ചെയ്ത് വരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വെറുതെ പാരസെറ്റമോളോ അല്ലെങ്കിൽ സൈക്ലോപാം പോലുള്ള കോമൺ ആയിട്ടുള്ള മെഡിസിൻസ് ഒന്നും അല്ല ഇവർ യൂസ് ചെയ്യുന്നത്. ഇവരെന്താണ് ഈ പറഞ്ഞ മൂഡ് ഓൾട്ടറിംഗ് ഡ്രഗ്സ്, അതായത് ഈ പറഞ്ഞ മൂഡ് കുറച്ചുകൊണ്ട് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മൂഡ് ചേഞ്ച് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ഒരു മൂഡ് സ്വിങ്സ് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശം അവസ്ഥയിൽ ഇരിക്കുക, അപ്പൊ എനിക്കത് കുറച്ചും കൂടി ആക്റ്റീവ് ആക്കണം, പ്ലഷറബിൾ ആക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങനത്തെ ഡ്രഗ്സിലേക്കാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. അതെന്താണ്, ഇല്ലീഗലാണ്, അതേസമയം നമ്മുടെ ബോഡിക്ക് വളരെയധികം ദോഷകരവുമാണ്. എക്സ്പെക്ടിങ് ഇൻസ്റ്റന്റ് റിലീഫ്, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള റിലീഫിന് വേണ്ടി. ഒരു ചെറിയ ടെൻഷൻ പോലും താങ്ങാനായിട്ട് ആൾക്കാർക്ക് മടിയാണ് അല്ലെങ്കിൽ അസ്വസ്ഥരാണ് അവർ. അപ്പൊ എന്ത് ചെയ്യുന്നതാണ്, പെട്ടെന്ന് റിലീഫ് വേണം, എനിക്ക് സ്വയം ഇതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ഞാൻ തയ്യാറല്ല അല്ലെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പ് തേടാൻ തയ്യാറല്ല എന്ന് ഉദ്ദേശിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. വിച്ച് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു വൈഡ് സ്പ്രെഡ് മിസ്യൂസ്. അപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങി ഇന്നെന്താണ് വളരെയധികം സ്പ്രെഡ് ആയിട്ടുള്ള ഒരു മിസ്യൂസ് ആയിട്ട് ഈ പറഞ്ഞ ഡ്രഗുകൾ മാറി. നോർമൽ മെഡിസിനിൽ എന്തെങ്കിലും ഒരു തലവേദന ഒന്ന് മാറാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഡ്രഗ്സ് ഇപ്പൊ എന്തായിട്ട് മാറി, വലിയ ഒരിക്കലും മാറാത്ത തലവേദനയായിട്ട് മാറി എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഒരു വൈഡ് സ്പ്രെഡ് മിസ്യൂസ് ആണ് ഇന്നത്തെ സൊസൈറ്റിയിൽ നടക്കുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. അടുത്ത ടോപ്പിക് ആയിട്ട് പറയുന്നത് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ മസ്റ്റ് ബി മെയ്ഡ് ബിറ്റ്വീൻ മെഡിസിൻസ് ആൻഡ് സെൻഷ്യൽ ഡ്രഗ്സ്. മരുന്നുകളും നോർമൽ മെഡിസിൻസും സെൻഷ്യൽ ഡ്രഗ്സും രണ്ടും രണ്ടാണ്. ഇത് രണ്ടും ഒരിക്കലും ഒന്നല്ല. ഈ പറയുന്ന സെൻഷ്യൽ ഡ്രഗ്സ് അതേപോലെ തന്നെ മെഡിസിൻസ് ഇത് രണ്ടും രണ്ടാണ്. നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ പനിയോ ചുമയോ അല്ലെങ്കിൽ മാറാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പെട്ടെന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ട് മാറുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാണ്, നമ്മുടെ ശരീരം ഭയങ്കര ടയേർഡ് ആവുന്നു എന്നൊക്കെയുള്ള രീതിയിൽ വരുന്ന ബാക്കി പല അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പല അസുഖങ്ങൾക്ക് നമുക്ക് എന്താണ് മെഡിസിന്റെ ആവശ്യം വളരെ അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്കാണ് നമ്മൾ മെഡിസിൻസ് യൂസ് ചെയ്യുന്നത്. അത് ആക്ച്വലി ആവശ്യമാണ്. പക്ഷേ സെൻഷ്യൽ ഡ്രഗ്സും മെഡിസിൻസും രണ്ടാണ്. ഈ പറഞ്ഞ നമ്മൾ മെഡിസിൻ എന്താന്ന് പറഞ്ഞു, സെൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനോ നമ്മുടെ തലച്ചോറിനോ ആവശ്യമില്ലാത്തതായിട്ടും എന്നാലോ പലരും ഉപയോഗിക്കുന്നതായിട്ടുള്ള സംഭവമാണ്. മെഡിസിൻ നമ്മുടെ രോഗാവസ്ഥയ്ക്ക് ആവശ്യമാണ്, പക്ഷെ സെൻഷ്യൽ ഡ്രഗ്സ് ഒരിക്കലും ഒരു ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങളാണ്. പക്ഷെ പല രോഗങ്ങൾക്ക് നമ്മൾ പെയിൻ കില്ലേഴ്സിനെ പറ്റി നമുക്കറിയാം. ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ഈ പറയുന്ന ആൾക്കാരുടെ ആ ഒരു വേദന അവർക്ക് ഭയങ്കര അസഹനീയമായിട്ടും, അപ്പോൾ ആ ഒരു നിമിഷങ്ങളിൽ ഈ പറയുന്ന ആൾക്കാർക്ക് എന്ത് വേണം, പെയിൻ കില്ലേഴ്സ് വേണം. ആ പെയിൻ കില്ലേഴ്സ് പോലും ഇന്ന് പലരും എന്ത് ചെയ്യുന്നുണ്ട്, സെൻഷ്യൽ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്മാർക്ക് ആവശ്യമുള്ള മെഡിസിനെ ആവശ്യമില്ലാത്ത ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ അത് സെൻഷ്യൽ ഡ്രഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മെഡിസിൻസ് ട്രീറ്റ് സ്പെസിഫിക് ഡിസോർഡേഴ്സ് ആൻഡ് റീസ്റ്റോർ ഹെൽത്ത്. അതായത് ഈ പറഞ്ഞ മെഡിസിൻസ് എന്താണ് ട്രീറ്റ് ചെയ്യുന്നത്, ചില അസുഖങ്ങൾ, ഓരോ മരുന്നിനെയും ഓരോ അസുഖങ്ങളുണ്ട്. അപ്പോൾ ആ അസുഖങ്ങളാണ് ഇവരെന്ത് ചെയ്യുന്നത്, അതുകൊണ്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് റീസ്റ്റോർ ഹെൽത്ത്. അപ്പോൾ ആ പറയുന്ന മരുന്നിൽ ചെന്നിട്ട് അതിന്റെ ആ ഒരു എവിടേക്കാണോ ആ ഒരു മരുന്ന് വേണ്ടത് അവിടെ ചെന്നത് ഓക്കെ ആയി കഴിഞ്ഞ ശേഷം ഹെൽത്ത് റീസ്റ്റോർ ആവണം. ഹെൽത്ത് രണ്ടാമത് റീസ്റ്റോർ ആയി വരും. ആ പറയുന്ന ടയർഡ്നെസ് ഒക്കെ മാറിയിട്ട് ഇവർ ഓക്കെ ആയിട്ട് മാറും. വേറെ സെൻഷ്യൽ ഡ്രഗ്സ്
ഓഫ് അൺനെസറി വീക്കെൻഡ്സ്. പക്ഷേ ഈ പറയുന്ന മെഡിസിൻ നമ്മുടെ ബോഡി നന്നാക്കുകയാണെങ്കിൽ എസെൻഷ്യൽ ഡ്രഗ് പോയിട്ട് എന്താ ചെയ്യുന്നത്? നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആവശ്യമില്ലാത്ത സാധനമാണ്, അതെന്ത് ചെയ്യുന്നു? അൺനെസറി പ്ലഷർ, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത, ഒരു മനുഷ്യന് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള പ്ലഷറാണ് ഈ പറയുന്ന എസെൻഷ്യൽ ഡ്രഗ്സ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതൊരിക്കലും ഒരു മനുഷ്യനെയും ആവശ്യമില്ലാത്ത ഒരു സംഭവമാണ്. ആൻഡ് ആർട്ടിഫിഷ്യലി സ്റ്റിമുലേറ്റ് ദ ബ്രെയിൻസ് പ്ലഷർ സെന്റേഴ്സ്. അതേപോലെ തന്നെ നമ്മളായിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളെ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട്, നമ്മളെ ബ്രെയിൻ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നതും ഒരു മരുന്ന് കുത്തി വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി പ്ലഷർ കിട്ടുന്നതും രണ്ടാണ്. അപ്പോൾ ഇതേപോലെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്ലഷറാണ് ഓരോ സെൻട്രൽ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ ഓരോ മനുഷ്യനിലേക്ക് എത്തുന്നത്. അത് ഒരു ബോഡിക്കും ആവശ്യമില്ലാത്ത സംഭവമാണ്. പ്ലഷർ സെന്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന സെൻട്രൽ ഡ്രഗ്സ് ആണ്. അതല്ലാതെ തന്നെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിച്ച ഹാപ്പി ആയിരിക്കാൻ പറ്റും, നമ്മുടെ ചുറ്റുപാടും നമ്മൾ ആ ഒരു സർക്കംസ്റ്റൻസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം ഹാപ്പി ആയിട്ട് ഇരിക്കാം. പക്ഷേ ഈ പറഞ്ഞ സെൻട്രൽ ഡ്രഗിനെ യൂസ് ചെയ്തിട്ട് പല ആൾക്കാരും അങ്ങനെ ആവാൻ ശ്രമിക്കുക എന്നാണ് അവർ പറയുന്നത്. കണ്ടിന്യൂസ് യൂസ്, നിരന്തരമായിട്ടുള്ള യൂസ് എന്ത് ചെയ്യുന്നു? വീക്കൻസ് ദീസ് നാച്ചുറൽ മെക്കാനിസം. അപ്പോൾ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആ കഴിവുകളൊക്കെ ഈ പറയുന്ന സംഭവങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ലീഡിങ് ടു ക്രാവിംഗ്, റിഡ്യൂസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇവൻച്വലി അഡിക്ഷൻ. ഇതെന്താ ഉണ്ടാക്കുന്നത്? ഭയങ്കര ക്രാവിംഗ് വരും, പിന്നെയും ഈ ഡ്രഗ് വേണം എന്നുള്ള ചിന്താഗതിയും അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ഈ പറഞ്ഞ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും വരും. അതേപോലെ തന്നെ റിഡ്യൂസ് സാറ്റിസ്ഫാക്ഷൻ. ഇന്ന് 2 കഴിച്ചു, ഓക്കെ, കഴിഞ്ഞു. നാളെ അത് 3 വേണം, മറ്റന്നാൾ 4 വേണം, പിന്നെ അത് 5 വേണം. ഇത് കൂടിയേ വരുള്ളൂ. ഒരിക്കലും ഡ്രഗ് ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ മതിയായി അല്ലെങ്കിൽ ഓക്കെ സാറ്റിസ്ഫൈഡ് ആവില്ല. ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്ക് എത്ര കിട്ടിയോ അത്ര ആൾ തൃപ്തനല്ല, പിന്നെ വേണം എന്നുള്ള സംഭവമാണ് ഓരോ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കും വരുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ പോലും ഡ്രഗ് ടെസ്റ്റിന് പോലും നമ്മൾ യൂസ് ചെയ്ത് നോക്കരുതെന്ന് പറഞ്ഞത്. കാരണം ഒരു തവണ നമ്മൾ യൂസ് ചെയ്താൽ പിന്നെ വേണം എന്നുള്ളൊരു സംഭവം വരും. സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒരിക്കലും ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല. ഇവൻച്വലി അഡിക്ഷൻ, അത് കഴിയുമ്പോൾ എന്ത് പറ്റും? നോർമലി അഡിക്ഷനിലേക്ക് പോകും. അടുത്തായിട്ട് ഒരു പറയുന്നത് അഡിക്ഷൻ റിസൾട്ട് ഇൻ സെൻസറി ഡിപ്രൈവേഷൻ, പേഴ്സണാലിറ്റി ചേഞ്ചസ്. അതായത് ഭയങ്കര തളർച്ച അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ പറയുന്ന അഡിക്ഷൻ വഴി നമ്മളുടെ ശരീരത്തിന് ഉണ്ടാവുക. നമുക്ക് എന്താണ്? ഈ സംഭവം ഇല്ലാതെ പറ്റില്ല, ഇനി ഇതില്ലാണ്ട് എനിക്ക് ചിരിക്കാൻ പറ്റില്ല, ഇനി ഇതില്ലാതെ എനിക്ക് ഒന്ന് എന്താ പറയാ കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ പറ്റില്ല, എനിക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഈ സാധനം വേണം. ഇങ്ങനെയുള്ള തോന്നലുകൾ സ്വാഭാവികമായിട്ടും ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിലേക്ക് പതുക്കെ എത്തും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അഡിക്ഷൻ റിസൾട്ട് ഇൻ സെൻസറി ഡിപ്രൈവേഷൻ, പേഴ്സണാലിറ്റി ചേഞ്ച്. നമ്മുടെ സ്വഭാവം പോലും മാറി തുടങ്ങും. അപ്പോ ഇവര് ചില റൈറ്റപ്പുകളൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളൊക്കെ വായിക്കുന്ന കാര്യമാണ്. ഇത് പഠിക്കുന്ന കുട്ടികൾ കാണുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഹാളിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഫ്രണ്ടിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഒരിടക്ക് വെച്ച് ഇവർ അങ്ങനെ മാറിയിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും റൂമിൽ അടച്ചു കൂട്ടിയിരിക്കുക. ഇതൊക്കെ എന്താണ്? ഇവരുടെ മൈൻഡിൽ വരുന്നത് അല്ലെങ്കിൽ ഇവരുടെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ് ആണ്. അതുകൊണ്ട് അതിന്റെ അർത്ഥം ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നത് തെറ്റാണെന്നല്ല, അത് വളരെ നല്ല കാര്യം തന്നെയാണ് സൈലൻസിൽ നിന്ന് പഠിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഇരുന്ന ആൾക്കാർ പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോവുക, ഇങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാർ വേറെ സ്വഭാവമായിട്ട് മാറുന്നത് ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് ആയിട്ടും പറയാം. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ചേഞ്ചസ് കണ്ടുപിടിക്കാൻ, ബിഹേവിയറൽ ചേഞ്ചസ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എപ്പോഴും ഓക്കെ ആയിട്ടിരുന്ന ആൾക്കാര് പെട്ടെന്ന് ഇങ്ങനത്തെ സ്വഭാവമായിട്ട് മാറി, എപ്പോഴും കൂട്ടത്തിൽ നിന്ന ആൾക്കാർ ഒറ്റപ്പെട്ടു പോവുക, ഒറ്റക്കൊറ്റക്ക് മാറി നടക്കുക, ഇതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത ആൾക്കാർക്ക് കൊണ്ട് വരുന്ന സിംറ്റം ആയിട്ടും കണക്കാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് ഒരു പേഴ്സണാലിറ്റി സ്വഭാവം തന്നെ മാറിപ്പോകും, പേഴ്സണാലിറ്റി ചേഞ്ചസ് വന്നു തുടങ്ങും, ഡിപ്രഷൻ വന്നു തുടങ്ങും, വിഡ്രോവൽ ഫ്രം സൊസൈറ്റി. ഒരു കൂട്ടത്തിൽ നിന്നൊക്കെ സൊസൈറ്റിയിൽ നിന്ന് പോകണ്ട, കൂട്ടത്തിൽ ആരും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് തന്നെ മതി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂട്ടത്തിൽ നിന്നൊക്കെ മാറി അവിടെ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്ട് ഒറ്റയ്ക്കായിട്ട് പോവാം. ആൻഡ് ഇനബിലിറ്റി ടു എക്സ്പീരിയൻസ് നാച്ചുറൽ പ്ലഷേഴ്സ്, നാച്ചുറൽ ആയിട്ടുള്ള പ്ലഷേഴ്സ് ഒന്നും ഇവർക്ക് പിന്നെ അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ആർട്ടിക്കിൾ തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട്, സൈക്കാട്രിസ്റ്റിന്റെ ഒക്കെ അവരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയാണ്. ചില ഡ്രഗിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയാണ് സൂര്യൻ ഉദിക്കുന്ന കാഴ്ച, അതേപോലെ തന്നെ പൂക്കൾ വിരിയുന്ന ആ ഒരു സംഭവമൊക്കെ, ഇതൊക്കെ സന്തോഷം തരുന്നതാണെന്ന് എനിക്കറിയാം. ഈ പേഷ്യന്റ് പറയാണ് ഇതൊക്കെ സന്തോഷത്തിന് സിമ്പിളാണ്, ഇത് കാണുമ്പോൾ നോർമൽ ഒരു ഹ്യൂമൻ ബീങ് ചെറിയൊരു സന്തോഷമെങ്കിലും വരും എന്നുള്ളത് എന്റെ ബ്രെയിനെ അറിയാം. പക്ഷെ എന്താണെങ്കിലും എന്റെ മനസ്സുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. പല നിമിഷങ്ങളും ജീവിച്ചിരിക്കണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സ്വയമേ കയ്യിലൊക്കെ പിച്ച് നോക്കേണ്ട അവസ്ഥ വരെയും ഈ പറയുന്ന ആൾക്കാർക്ക് വരാറുണ്ടെന്നാണ് പറയുന്നത്. സൂര്യൻ ഉദിക്കുന്നതും പൂ പൂത്തിരിക്കുന്നതും ഒരു കൊച്ചു ചിരിക്കുന്നതൊക്കെ എന്താണ് നമുക്കൊക്കെ ഒരു സന്തോഷം തരുന്നതാണ് നോർമലി. പക്ഷെ എന്താണ്, അതൊന്നും ഈ പറയുന്ന ഡ്രഗ് യൂസ് ചെയ്ത ആൾക്കാർക്ക് പിന്നീട് അനുഭവിക്കാൻ പറ്റുന്നില്ല. അവർക്ക് അറിയാം ഇത് കാണുമ്പോൾ ചിരിക്കേണ്ടതാണല്ലോ, പക്ഷെ എനിക്ക് ചിരി വരുന്നില്ലല്ലോ. ആ ഒരു റിയലൈസേഷൻ അവർക്ക് വന്നാലും ആ ഒരു നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം അവരുടെ ശരീരത്തിൽ നിന്ന് പതുക്കെ ഇല്ലാണ്ടായി തുടങ്ങണം. അതുകൊണ്ടാണ് പറയുന്നത് ഇനബിലിറ്റി ടു എക്സ്പീരിയൻസ് നാച്ചുറൽ ആയിട്ടുള്ള പ്ലഷേഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാണ്ടാവാം. ഓവർ ടൈം
സമയം കഴിയും തോറും അല്ലെങ്കിൽ ഇനി വന്ന അടുത്തടുത്ത സമയങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അഡിക്ട്സ് ഫീൽ മെന്റലി ആൻഡ് ഫിസിക്കലി ഡ്രെയിൻഡ്. ഇവർക്ക് എന്താണ് മെന്റലി ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും എന്താണ് ഭയങ്കരമായിട്ട് തളർന്നു പോയി എന്നുള്ളൊരു അവസ്ഥ ഇവർ വരും. ഡിസ്കണക്റ്റഡ്, ഈ പറയുന്ന അവരുടെ ആ സൊസൈറ്റിയിൽ നിന്ന് അവർ ഡിസ്കണക്ട് ആയിട്ട് പോകും. ഇന്നാളെന്തേ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരും. ആൻഡ് ഈവൻ അൺഷുവർ ഓഫ് ദെയർ ഓൺ എക്സിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞ പോലെ ഞങ്ങൾ തന്നെ ജീവിച്ചിരിപ്പുണ്ടോന്ന് ഈ ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടാന്ന് പറയാറില്ല. ഇങ്ങനെ പിച്ചയൊക്കെ നോക്കും, ഞങ്ങൾ ജീവിച്ചിരിപ്പില്ലേ എന്നുള്ളൊരു സംഭവം കേട്ടോ. ഡ്രഗ് അബ്യൂസ് ഓൾസോ കോസസ് സിവിയർ ഹെൽത്ത് റിസ്ക് സച്ച് എസ് ലിവർ ഡാമേജ്. ഇനി ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത് അസുഖങ്ങളെ പറ്റിയിട്ടാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന അസുഖങ്ങളെ പറ്റിയാണ്. ബ്രെയിനിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഫസ്റ്റ് പറഞ്ഞു, ഇങ്ങനെയുള്ള പ്ലഷേഴ്സ് ഒക്കെ ഫീൽ ചെയ്യാനുള്ള സംഭവം പോകുന്നു പറഞ്ഞു. ഇനി പറഞ്ഞ ഫിസിക്കൽ ഡിസീസസിനെ പറ്റിയാണ്. അപ്പോൾ ഹെൽത്ത് റിസ്ക് അല്ലെങ്കിൽ ഹൈ റിസ്ക് ഓഫ് ലിവർ ഡാമേജ്. നമ്മളെ ലിവർ ഈസി ആയിട്ട് ഡാമേജ് ആവാനായിട്ട് ആൽക്കഹോൾ ആയിക്കോട്ടെ, മറ്റു ഡ്രഗ്സ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ സിറിഞ്ച് വഴി കയറ്റുന്നതായിക്കോട്ടെ, അങ്ങനെ പല ഡ്രഗ്സും നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് അറിയാം ഉള്ളതായിട്ടല്ലേ. അങ്ങനെയുള്ള നമ്മൾ എന്തോ ആയിക്കോട്ടെ ഇതൊക്കെ യൂസ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ചില അസുഖങ്ങൾ കൂടി നമുക്ക് വരും എന്നാണ് ഇവർ പറഞ്ഞത്. എന്തൊക്കെയാണ്? ലിവർ ഡാമേജ് ആയി പോകും. ലങ് ഡിസീസസ്, നമുക്കറിയാം സ്മോക്കിംഗ് എന്താണ്, ആൽക്കഹോൾ ഒരിക്കലെങ്കിലും യൂസ് ചെയ്താലും ഒരിക്കൽ പോലും സ്മോക്ക് ചെയ്യരുതെന്ന് പറയാറുണ്ട്. കാരണം സ്മോക്കിംഗ് വളരെയധികം ദോഷകരമാണ്. അപ്പൊ പറയാണ് ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, സ്മോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ലങ് ഡിസീസ് വരും, പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ ലങ്സ് കേടാവും. ഇൻഫെക്ഷൻസ് വരും, മിനറൽ ഡിസീസസ് വരും, ഫേറ്റൽ ഓവർഡോസ്, അതായത് ഓവർഡോസ് ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയാൽ നമ്മൾ ഉറപ്പായിട്ടും മരിക്കാനായിട്ട് ഇടയാവുന്നുണ്ട്. പ്രഗ്നന്റ് അഡിക്ട്സ് മേ ഗിവ് ബർത്ത് ടു ചിൽഡ്രൻ ഹു സഫർ വിഡ്രോവൽ സിംറ്റംസ്. അതേപോലെ തന്നെ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവുന്നുണ്ട്. ഇതിന്ന് പോരാണ്ട് കഴിയാത്ത ആ ഒരു ബുദ്ധിമുട്ടൊക്കെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ പറയുന്ന ഡ്രഗ്സ് യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക, അതിന്റെ പ്രശ്നങ്ങൾ അതിന്റെ കുട്ടിക്കും കൂടി ഉണ്ടാവും. ആ കുട്ടി ഡയറക്റ്റ്ലി അത് യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഇതെന്താണ് ഈ പറയുന്ന ആര് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ അമ്മ യൂസ് ചെയ്യുന്നുണ്ട്. കുട്ടീനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അമ്മ ഈ പറഞ്ഞ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനിക്കുന്ന കുട്ടിക്കും വിഡ്രോവൽ സിംറ്റം ഉണ്ടാവുന്നുണ്ടെന്നാണ് സയൻസ് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളെല്ലാം റിസർച്ച് പേപ്പേഴ്സ് പറയുന്നത്. Above all, drugs alter the chemical balance of the brain. അതേപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, നമ്മുടെ ബ്രെയിനിന്റെ സിസ്റ്റം മൊത്തത്തിൽ തകരാറാവും. അതായത് അല്ലെങ്കിൽ ബയോളജിയിൽ നമ്മൾ പറയും ഇപ്പോൾ ഈ നെർവിന്റെ ആക്ടിവിറ്റി ഇതാണ്, ഇതൊക്കെ ഇത് ചെയ്യണം, അതിന്റെ കെമിക്കൽ കോർഡിനേഷൻസ് ഒക്കെ ബ്രെയിനെ അറിയാം, അതിനറിയാതെ എങ്ങനെ വർക്ക് ചെയ്യണം. പക്ഷെ അതിന് സ്വയമേ വർക്ക് ചെയ്യാൻ അനുവദിക്കാതെ പുറത്തുനിന്ന് ഒരു സംഭവം ഇൻജെക്ട് ചെയ്ത് കൊടുക്കുകയാണ്, അത് എന്നിട്ടാണ് പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എബോൾ എല്ലാത്തിനും മീഡിയ ഡ്രഗ്സ് ഓൾസോ കെമിക്കൽ ബാലൻസ് ഓഫ് ദ ബ്രെയിന്റെ കെമിക്കൽ കോർഡിനേഷനും ബാലൻസും ആണ് ഇത് തകരാറ് ചെയ്യുന്നത്. സംടൈംസ് കോസിംഗ് പെർമനന്റ് ഡാമേജ്, ഇടയ്ക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള ഡാമേജുകൾ സംഭവിക്കും. ഇൻ കൺക്ലൂഷൻ, ഡ്രഗ് അബ്യൂസ് ഡിസ്ട്രോയ്സ് ഹെൽത്ത്. അതേപോലെ തന്നെ എന്താണ് ഹെൽത്ത് ഡിസ്ട്രോയ് ആവും, മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യം ഇല്ലാതായി പോകും. വീക്കെൻഡ്സ് ദി മൈൻഡ്, നമ്മുടെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം ആയിക്കോട്ടെ, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ, ആൻഡ് എൻഡേഞ്ചേഴ്സ് ലൈഫ്, ഈ പറഞ്ഞ ആരോഗ്യം മൊത്തം പോവുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിന്റെ റിസ്ക് വളരെയധികം പ്രശ്നത്തിലാവും, നമ്മൾ മരിക്കാനുള്ള സാഹചര്യം കൂടുമെന്നാണ് പറയുന്നത്. ലാസ്റ്റ് ലൈനിൽ പറഞ്ഞു നോക്കുക, അണ്ടർസ്റ്റാൻഡിങ് ദീസ് ഡേഞ്ചേഴ്സ് ഈസ് എസെൻഷ്യൽ ടു പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽസ്. ഇതൊക്കെ ഈ പറയുന്ന ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്നുള്ള ആർട്ടിക്കിളിന്റെ പേര് തന്നെ അല്ലെ. അപ്പോൾ ഈ പറഞ്ഞ ഡേഞ്ചേഴ്സ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ലെങ്കിൽ അതിന്റെ പ്രശ്നം എന്താണ്, നമുക്ക് നമ്മൾ ചുറ്റുള്ള ആൾക്കാരെ രക്ഷിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ യൂസ് ചെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആരെങ്കിലും നിങ്ങൾ ചുറ്റുപാടിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ, അയാൾക്ക് സ്വയം ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക്, അത്രയും മോശം അവസ്ഥയിലേക്ക് അവർ പോകും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് ബിൽഡ് ഹെൽത്തി സൊസൈറ്റി, ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കാനും നമ്മളെ ചുറ്റുപാടുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇന്ന സംഭവം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ബേസിക്കലി ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. ഒരു വലിയ ആർട്ടിക്കിൾ ആണ്, പക്ഷെ നമ്മളത് ചുരുക്കിയാണ് പറയുന്നത്, പക്ഷെ എല്ലാ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പാരഗ്രാഫ് വൈസ് ആണ് നമ്മൾ ചെയ്തേക്കണേ. അപ്പോൾ ഇതിന്റെ ആർട്ടിക്കിൾസ് വന്നാൽ ഇത് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഓരോ പാരഗ്രാഫിലും ഓരോ സബ്ജക്റ്റ് ആണ് പറയുന്നത്. എപ്പോഴും ആലോചിക്കുക, ആർട്ടിക്കിൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഒരു ഹെഡിങ്ങും കൊടുക്കുക. അതേപോലെ തന്നെ ഒരു പാരഗ്രാഫിൽ ഒരു തീം അല്ലെങ്കിൽ ഒരു ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, 1, 2, 3 പാരഗ്രാഫ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള എല്ലാ പോയിന്റ്സും ഒരു പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന കണ്ടന്റ് കുറഞ്ഞു പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കണ്ടന്റ് വൈസ് ഈ പറഞ്ഞ പാരഗ്രാഫ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം, കൂടുതൽ നോട്ട്സ് വേണമെങ്കിലും ചോദിക്കാം. താങ്ക് യു.